ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റഹ്മത്ത് തൽസ്ഥാനം രാജിവെച്ചു. ജോലി ആവശ്യാർത്ഥമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. വെള്ളിയാഴ്ച പകൽ 3 മണിയോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെയാണ് ടി റഹ്മത്ത് രാജിക്കത്ത് സമർപ്പിച്ചത്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റഹ്മത്താണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് രാമൻതുരത്തിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചാണ് ടി റഹ്മത്ത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായത്. സഹജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മികച്ച പിന്തുണയാണ് വൈസ് പ്രസിഡന്റ് കാലയളവിൽ തനിക്ക് ലഭിച്ചതെന്ന് ടി റഹ്മത്ത് പറഞ്ഞു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി ജോയിൻ ചെയ്ത ഞാൻ, റഹ്മത്ത് ടി എന്ന ഞാൻ 3/1/2025 ഇന്ന് 2:45 എൻ്റെ രാജി ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണത്താൽ, അതായത് എനിക്കൊരു ഗവൺമെൻറ് ജോലി അംഗൻവാടിയിൽ ലഭ്യമായതിനാൽ മുഴുവൻ സമയവും പഞ്ചായത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഈ 1.5 വർഷം എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു തന്ന എൻ്റെ ഭരണസമിതിയും അതുപോലെ പാർട്ടി നേതാക്കന്മാരും എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇതിനു മുൻപ് 2000 മുതൽ 2005 വരെ കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. വെള്ളിയാഴ്ച പകൽ 3 മണിയോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു ശിവദാസന് രാജിക്കത്ത് കൈമാറി. ഭരണകാലയളവിൽ മികച്ച പ്രവർത്തനമാണ് ടി റഹ്മത്ത് കാഴ്ചവെച്ചിരുന്നതെന്ന് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി വൈസ് പ്രസിഡന്റായി വളരെ നല്ല രീതിയിലാണ് റഹ്മത്ത് സേവനമനുഷ്ഠിച്ചത്. അംഗൻവാടി ടീച്ചറായ ജോലി കിട്ടിയ സമയത്ത് ഇവിടെ ഫുൾ ടൈം വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള സമയത്തൊക്കെ മുഴുവൻ സമയവും ഗ്രാമപഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള സേവനമാണ് വൈസ് പ്രസിഡന്റ് നിലയിൽ ടി റഹ്മത്ത് നൽകിയിട്ടുള്ളത്. അവരോടുള്ള നന്ദിയും ഞാനിവിടെ സ്മരിക്കുകയാണ്. ഇനി പുതുതായി വരുന്ന ആളുകൾക്കും അതൊരു മാതൃകയാണ് എന്നുകൂടി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, UDF നേതൃത്വം എന്നിവർ രാജിക്കത്ത് കൈമാറുമ്പോൾ വൈസ് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.